ഇനിയും പിറക്കുന്ന കൺമണിക്കായി ഞാൻ അടരാടി നേടിയ പൊൻകിരീടം. ഇനിയും പിറക്കുന്ന കൺമണിക്കായി ഞാൻ അടരാടി നേടിയ പൊൻകിരീടം. അപ്പൊ ജലജ, അതെ, ജലജ ചേച്ചി എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ നമ്മുടെ ചാനൽ കാണാറുണ്ടോ? മൈക്ക് വെച്ചു. ചാനൽ കാണാറുണ്ട്. എങ്ങനെയുണ്ട് അഭിപ്രായം? നല്ല അഭിപ്രായം. വളർന്നു വരുന്ന നമ്മുടെ നാടുകളിലൊക്കെ അറിയപ്പെടാതെ കിടക്കുന്ന കുറേയധികം കലാകാരന്മാരെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചാനൽ വഴി മറ്റുള്ളവരെ അറിയപ്പെടുന്ന രീതിയിൽ എത്തിപ്പെടുത്തുന്നുണ്ട്. നല്ലൊരു കാര്യമാണത്. അപ്പൊ എന്തോ ഒന്ന് പരിചയപ്പെടുത്തിക്കോ, സ്വന്തമായി പരിചയപ്പെടുത്തിക്കോ നമ്മുടെ ചാനലിലെ പ്രേക്ഷകർ. എൻ്റെ പേര് ജലജ ചാലു. ഞാൻ ജനിച്ചത് നൂർനാട് ഇടപ്പൂണിലാണ്. ഞാനിപ്പം താമസം പടനിലമാണ്. എഴുത്ത് പരിപാടി എഴുതാറുണ്ട്? തീർച്ചയായിട്ടും എഴുതാറുണ്ട്. കവിതകളാണ് ഏറ്റവും കൂടുതൽ എഴുതാറുള്ളത്. കഥകളും എഴുതാറുണ്ട്. ഇപ്പോൾ ഒരു കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നു. 40 കവിതകൾ അടങ്ങിയ അവളൊരുത്തി എന്ന് പറയുന്ന കവിതാ സമാഹാരം ഓഗസ്റ്റിൽ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നീട് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറാണ്. തപാൽ ദിനത്തോടനുബന്ധിച്ച് 98 എഴുത്തുകാരടങ്ങിയ ഒരു ഇല്ലൻ ലെറ്ററിൽ എഴുതിയ കവിത സമാഹാരം ലക്കി വൈറ്റ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേൾഡ് റെക്കോർഡ്. നമ്മള് കണ്ടെത്തിയ അതിഥി വലിയൊരു അതിഥി തന്നെയാണ് അല്ലേ? അപ്പൊ ഇന്ന് പാടുന്ന കവിത എന്റെ സ്വന്തം കവിത തന്നെ. അപ്പൊ അതും നമ്മുടെ ചാനലിൽ സ്വന്തം കവിത പാടുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നു. നേരത്തെ എല്ലാം മറ്റുള്ള ആളുകളുടെ കവിതകളൊക്കെ. അപ്പൊ സ്വന്തം കവിത. അപ്പം സന്തോഷം. അപ്പൊ കവിതയുടെ പേര്? സന്തോഷമുണ്ട്. എന്റെ കവിതയുടെ പേര് ഇനി ഞാൻ ഉറങ്ങിയിടാം. അപ്പൊ എന്നാ ചൊല്ലിക്കോ. കവിത ഇനി ഞാൻ ഉറങ്ങിടാം. ഇനി ഞാൻ ഉറങ്ങിടാം അമ്മേ, ഇനി ഞാൻ ഉറങ്ങിടാം അമ്മേ, ഉരുകുമെന്നാത്മാവു തേങ്ങിടാതെ, ഉയിർ പൊള്ളും ഓർമ്മകൾ നീറ്റിടാതെ. ഇനി ഞാൻ ഉറങ്ങിടാം, ഇനി ഞാൻ ഉറങ്ങിടാം, ഇനി ഞാൻ ഉറങ്ങിടാം അമ്മേ. കാലങ്ങളായമ്മ കാത്തിരുന്നു, കണ്ണിട വെട്ടാതെ നോറ്റിരുന്നു, കാലപ്പഴക്കങ്ങളാറ്റി തടുപ്പിച്ച കാട്ടാള നീതി എന്നാരു ചൊല്ലി, ഇത് കാട്ടാള നീതി എന്നാരു ചൊല്ലി. ഇനിയും പിറക്കുന്ന കൺമണിക്കായി ഞാൻ അടരാടി നേടിയ പൊൻകിരീടം. ഇനിയും പിറക്കുന്ന കൺമണിക്കായി ഞാൻ അടരാടി നേടിയ പൊൻകിരീടം. അയലേശമില്ലാത്ത കാമക്കഴുകനെ നിർലോഭം തച്ചു തകർത്തവൾ ഞാൻ. നിർഭയയാണു ഞാൻ, നിർഭയയാണു ഞാൻ, അയലേശമില്ലാത്ത കാമക്കഴുകനെ നിർലോഭം തച്ചു തകർത്തവൾ ഞാൻ. ഇനി ഞാൻ ഉറങ്ങിടാം, ഇനി ഞാൻ ഉറങ്ങിടാം, ഇനി ഞാൻ ഉറങ്ങിടാം അമ്മേ. ജലജ, അടിപൊളി കവിതയായിരുന്നു. സ്വന്തം കവിത, അത് നന്നായി പാടി. അപ്പം മറ്റു വിശേഷങ്ങൾ? ഇപ്പോൾ പടനിലത്ത് സ്ഥിരതാമസമാണ്. വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കള്. ഇപ്പോൾ നൂർനാട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക സംഘടനയായ സബരിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പിന്നെ ഇടപ്പോണ് നമ്മുടെ നൂർനാട് കേന്ദ്രമാക്കിയിട്ട് കലാ സാംസ്കാരിക കൂട്ടായ്മ സർഗവേദി പ്രവർത്തിക്കുന്നുണ്ട്. അതെ, സാംസ്കാരിക കലാ കൂട്ടായ്മയാണ്. അതെ അതെ അതെ, ജോയിന്റ് കൺവീനർ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ സന്തോഷം. നല്ല കഥയായിരുന്നു. അപ്പം നമ്മുടെ ചാനലിന്റെ വക ചെറിയൊരു സമ്മാനം. താങ്ക് യു.